എന്താ പേര്? കബീർക്ക ഇപ്പൊ നമ്മളെ വീഡിയോ കണ്ടിട്ട് വന്നതല്ലേ സാധനം? പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് വന്നതല്ലേ? എന്തൊക്കെയാണ് എടുക്കുന്നത്? നമ്മൾ ചെയ്യുന്ന ഐറ്റം മാത്രമാണോ? എല്ലാ ഐറ്റവും നോക്കുന്നുണ്ടോ? എറണാകുളത്ത് എവിടേക്കാ? പള്ളുരുത്തിയിലാണല്ലേ? ആ, ഇപ്പോൾ കബീർക്ക ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്, ഭാര്യയായിട്ടാണ് വന്നിരിക്കുന്നത് സാധനം എടുക്കുക. അപ്പോൾ പാലക്കാടൊക്കെ ഒന്ന് കാണുകയും ചെയ്യും അല്ലേ? പാലക്കാട് കാണാൻ നല്ല രസമല്ലേ? പിന്നെ വലിയൊരു മാർക്കറ്റ് എന്ന് പറയുന്നത് പാലക്കാടൻ ചിപ്സിലാണ്. പാലക്കാടൻ ചിപ്സ് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയൊരു ഷോപ്പാണ്. പാലക്കാടൻ ചിപ്സിലാണ് സാധനം എടുക്കാൻ നമ്മളെ വൈഫിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒന്നും നമുക്ക് വരാൻ പറ്റില്ല, കാരണം നമുക്ക് പല പല ജോലികൾ ഉള്ളത് കൊണ്ട്. പക്ഷേ ഇന്ന് എറണാകുളത്ത് നിന്ന് ഇന്നലെ വരാൻ നേരത്തെ വിളിച്ചു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും കബീർക്കായി നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പാലക്കാടൻ ചിപ്സിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വന്നതാണ് കബീർക്ക സെയിൽ ചെയ്യാൻ. അപ്പോൾ എറണാകുളത്ത് നിന്ന് ട്രെയിനിൽ രാവിലെ തന്നെ ഇവിടെ എത്തി. നമ്മളെ വിളിച്ചു, നമ്മൾ കബീർക്കായി സഹായിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നു. നമുക്ക് സാധനം എടുക്കാം അല്ലേ? ഓക്കെ. 4-5 കിലോ എടുക്കും. 5 കിലോ എടുക്കട്ടെ. പച്ചപ്പട്ടാണി 5 കിലോ. കബീർക്ക എങ്ങനെയുണ്ട് കമ്പനി? കട എങ്ങനെയുണ്ട്? കൊള്ളാൻ തിരക്കില്ല, അടിപൊളിയാ. ഏതെടുക്കണമെന്ന് അറിയാൻ വയ്യ അല്ലേ? ബാക്കിൽ ഓടണുണ്ട് കേട്ടോ. 4 എടുത്തു, അല്ലെ 3 എടുത്തു കേട്ടേക്കാ. പോയി ഇതിന് തൊട്ട് ബാക്കിൽ വലിയ ഗോഡൗണാണ്, മൊത്തം സ്നാക്സ് നിറച്ച് വെച്ചിരിക്കുക. കാരണം എപ്പോഴും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. റോഡ് സൈഡിലുള്ള ആൾക്കാർ, നല്ല ബിസിനസ് ഉള്ളൊരു ഷോപ്പാണ്. 4-5 കിലോ എടുത്തു. പരിപ്പ് എത്ര? 5 കിലോ. കടല അപ്പം നല്ല രീതിയിൽ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കബീർക്ക. ഒരു പുതിയതായിട്ട് ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് വീഡിയോ കണ്ടിട്ട് വന്നതാണ്. എല്ലാവരും നല്ല രീതിയിൽ നമ്മളെടുക്കുന്ന അതേ പ്രോഡക്റ്റ് തന്നെ അവർക്ക് വേണമെന്നാണ് അപ്പോൾ ഞാൻ എടുക്കുന്ന അതേ ഒരു ബ്രാൻഡ്. ഇത് കുറേ ഐറ്റംസ്, ഒരു മസാലക്കടലയാണെങ്കിൽ അത് കുറേ കമ്പനികളുണ്ട്. അപ്പോൾ ഞാൻ എടുക്കുന്ന അതേ കമ്പനി സാധനം, അപ്പോൾ അതിനുള്ള ടേസ്റ്റ് നമുക്കറിയാം. അതുകൊണ്ട് അതേ ഒരു സാധനം എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മസാലക്കടല നമുക്ക് വരാമല്ല, ഒരാഴ്ചയിലാണെങ്കിലും വരാം. അഡ്ജസ്റ്റ് ചെയ്താൽ കൊടുക്കണം കേട്ടാ, അഡ്ജസ്റ്റ് ചെയ്താൽ കൊടുക്കണേ. നമ്മളെടുക്കുന്ന നിലക്കാണ് ഇത്ര നല്ല ടേസ്റ്റുള്ള ഫ്ലേവേഴ്സാണ്. എനിക്ക് നല്ല കൂടുതൽ പോകുന്നത്. ഇത് നല്ലതാണത്, നല്ല ടേസ്റ്റും ഉണ്ട്, കഴിക്കാൻ ഒരു മധുരം വരുന്നുണ്ട്. ഇപ്പോൾ മസാലക്കടലയായി. എല്ലാ ഐറ്റം എടുത്തോ? 4 ഐറ്റം 5 ഐറ്റം എടുത്തോ? അവിടുന്ന് 5 ഐറ്റം അല്ലേ? എത്ര ഐറ്റം ഉണ്ട്? പരിപ്പ്, നിലക്കടല, മിക്സർ, മസാലക്കടല, റോസ്റ്റ്, 7 ഐറ്റം അല്ലേ? ബാക്കിയിരിക്കും, ബാക്കി നമുക്ക് സിബിടാം. ഇത് ഇത്ര അതിനകത്ത് വെച്ചു. മറ്റേ ബാഗായിരുന്നെങ്കിൽ ഇരുന്നേനെ കേട്ടോ, കുറച്ചുകൂടെ പോവും. 2 കിലോയുടെ ഇരിക്കും, 2-3 കിലോ ഇരിക്കും. ഈ സൈഡിൽ വരണം. സിബ് പൊട്ടണ്ട. ഇനി അവിടുന്ന് കടയിൽ പോകാണ്ട് ഇവിടെ എവിടെയെങ്കിലും സൈഡിലോട്ട് വെച്ചു. നമുക്ക് ആ സൈഡിലോട്ട് വെക്കാം. ഒന്ന് എടുത്ത് വെക്കാം. ഓ, നമുക്ക് സൈഡിലോട്ടെങ്കിലും വെക്കാം.
ആശ്വാസങ്ങൾ ഭയങ്കര തിരക്കാണ് കേട്ടോ, നല്ല റഷായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഏതെടുത്ത് കച്ചവടം ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല, അത്ര മാത്രം സാധനങ്ങളാണ്. ഹോൾസെയിൽ കച്ചവടക്കാർക്കൊക്കെ പറ്റിയൊരു ഷോപ്പാണ്. നമുക്ക് റോഡ് സൈഡിനൊക്കെ പറ്റിയ സാധനങ്ങൾ കൊണ്ടുപോകാനും ഒക്കെ ഒരുപാട് ലോ ബഡ്ജറ്റിൽ കൊണ്ടുപോകുന്ന സാധനം എടുത്തിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഉള്ളി പോയിക്കോളെ, ഫോട്ടോ എടുത്തിട്ട് ആ മിൽക്കോ പെട്ടി ആ മിൽക്കോ പെട്ടി ഒട്ടിച്ച് നിർത്തും. കൊണ്ടുപോയപ്പോ അതിന്റെ തടക്കിലാണെങ്കിൽ വരുന്നതാണ്. പിന്നെ ഓ ചൈറ്റി തരേ ഞാൻ ഉള്ളവർക്ക് വയ്ക്കണ്ട ചവിട്ടിട്ട് ഇവിടെ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പം ഇവിടുത്തെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ തിരക്കാണ്, ഇവിടെ എല്ലാം കഴിഞ്ഞിട്ട് വിടാം. ഇവിടെ തിരക്ക് ആളില്ല, ഇവിടെ ഒരാളേ ഉള്ളൂ, തിരക്കിലാണ്. കുറച്ച് കഴിഞ്ഞിട്ട് വിടാൻ പറയാം. ഇൻട്രജോയി നോക്കട്ടെ, വരണമല്ലോ. ആ വന്നത് വിടാം. ഇതിന്റെ കേക്കില്ല. ആ അതെ, കമ്മൽക്കാട്ട് പുറത്ത് പോകുന്നുണ്ടാ. റോഡ് സൈഡിന് വേണ്ടി സാധനങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇതിങ്ങനെ വാഹനങ്ങൾ കെട്ടി പോകും. റോഡ് സൈഡുകാർ വന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും നിരന്തരം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ന്യൂ ബേക്കറി ബിരിയാണി ഷോപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കെബീർക്ക് ഇവിടുന്ന് സ്പൈസസ് സാധനങ്ങൾ എടുക്കാനായിട്ട് വന്നതാണ്. അപ്പം ഇവിടെ എപ്പോഴും ഇങ്ങനെ ഇതുപോലെ തിരക്കാണ്, ഭയങ്കര തിരക്കാണ്, എപ്പോഴും തിരക്കാണ്. നമുക്ക് സാധനം ന്യൂ പേക്ക് ബിരിയാണി സ്റ്റോറിലാണ് നമ്മൾ നിൽക്കുന്നത്. സ്പൈസസ് ഒക്കെ സാധനങ്ങൾ വാങ്ങാനാണ് വന്നത്. കെബീർക്കാക്ക് സ്പൈസസ് ഒക്കെ വേണം. ഇവിടെ എപ്പോഴും കസ്റ്റമറാണ്. സ്പൈസസ് നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് കിട്ടുന്നത്. ഇടുക്കിയിൽ നിന്നും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നുമായിട്ട് കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഏലക്കൊക്കെ സെക്യൂരിറ്റി നിർത്തേണ്ട അവസ്ഥയാണ്. കാരണം 3300 റേറ്റാണ് ഏലക്കായ്ക്ക് വരുന്നത്. കാരണം നമുക്ക് അത്രമാത്രം വിശ്വസിച്ച് വാങ്ങാം. അതാണ് ഇവിടുത്തെ ഈ ഒരു തിരക്ക് എന്ന് പറയുന്നത്. അത്രമാത്രം നമുക്ക് വിശ്വസിച്ച് വാങ്ങാം. സ്പൈസസൊക്കെ നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ്. നല്ല ഹോൾസെയിൽ റേറ്റിൽ തന്നെ ഇവിടെ കിട്ടും. 2800, 3000 ഒക്കെയാണ് റേറ്റ്. ഏലക്ക, പല എല്ലാ സുഗന്ധദ്രവ്യങ്ങളും ഇവിടെ തന്നെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് റീപാക്കിങ്ങിന് പറ്റിയ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. റീപാക്ക് പൊട്ടിയാലും സ്പെയർ ഉണ്ടല്ലേ. കുരുമുളക് 1/2 കിലോ 100 രൂപ.
അപ്പം ശരിയേ. അപ്പോൾ കച്ചവടമൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ. ഓക്കെ, അസ്സലാമു അലൈക്കും.